സുപ്രീം കോടതിയോട് പ്രസിഡന്റിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? എന്ത് അധികാരത്തിലാണ് സുപ്രീം കോടതിയോട് പ്രസിഡന്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്? ഹലോ, ഹായ്, എസ് ടോക്സിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളത്. ചില ആളുകൾക്കെങ്കിലും സംശയമുണ്ടാവും, ഇന്ത്യൻ പ്രസിഡന്റിന് സുപ്രീം കോടതിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം. അത് വിശദമാക്കുന്നതിന് മുൻപായി ഈ 14 ചോദ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ചോദ്യങ്ങൾ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഏപ്രിൽ 8-ാം തീയതി 2025 സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് ഗവർണർ കേസിലാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. വിധി എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ് അസംബ്ലി പാസാക്കിയ ഒരു ബില്ല് ഗവർണറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഗവർണർ 3 മാസത്തിനുള്ളിൽ ആ ബില്ലിൽ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഒന്നുകിൽ പാസ്സാക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ റീകൺസിഡറേഷൻ അയക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അഥവാ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് 3 മാസത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കണം. ഇനി അഥവാ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ആ ബില്ല് അവർ ഹോൾഡ് ചെയ്യുന്നത് ഇല്ലീഗൽ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കപ്പെടുമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ഇതിനെതിരെയായിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതിയോട് അവരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ടുള്ളത്. ചോദ്യം എന്ന് പറയുന്നത്, ഈ 14 ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു ഡെഡ് ലൈൻ എങ്ങനെയാണ് സുപ്രീം കോടതി വെക്കുക എന്നൊരു കാര്യമാണ്. അതൊരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ഒരു ഡെഡ് ലൈൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഭരണഘടനയിൽ ഇല്ല. അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഭരണഘടന അമെൻഡ് ചെയ്യണം. ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള പവർ ഇന്ത്യയിൽ ഒരൊറ്റ അതോറിറ്റിക്കേ ഉള്ളൂ, അത് പാർലമെന്റിനാണ്. പാർലമെന്റാണ് അത് ചെയ്യേണ്ടത്. സുപ്രീം കോടതി ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഗൈഡ് ലൈൻസ് ഇറക്കി സെൻട്രൽ ഗവൺമെന്റിനോട് കാര്യം പറയുക, അമെൻഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ പകരം സുപ്രീം കോടതി അതല്ല ചെയ്തിട്ടുള്ളത്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 വെച്ച് കംപ്ലീറ്റ് ജസ്റ്റിസ് അവിടെ ഉപയോഗിച്ചു. എന്നാൽ അതിനും ഒരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു ലൂപ്പ് ഹോൾ, അതായത് പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും അത് ഒന്നും ചെയ്യാതെ നിശ്ചലമാക്കിയിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് നല്ല നല്ല സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ ബില്ലൊക്കെ അവിടെ ഡെഡ് ആയി പോകുന്നുണ്ട്. അതൊന്നും പ്രാബല്യത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, സെൻട്രൽ ഒരു പാർട്ടിയും സ്റ്റേറ്റിൽ വേറൊരു പാർട്ടിയും ആകുമ്പോഴാണ്. കാരണം ഗവർണറിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് അനുസരിച്ചിട്ടാണ് അവർ നിൽക്കാറ് എന്നാണ് ഒപ്പോസിഷൻ പാർട്ടി എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറ്. അത് ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത മുതൽ ഇതുവരെ ഈ ഒരു കാര്യം നടന്നുകൊണ്ടേയിരുന്ന ഒരു കാര്യമാണ്. അത് കോൺഗ്രസ് വെച്ചപ്പോഴായിരുന്നാലും ശരി, ഇപ്പോൾ ആയിരുന്നാലും ശരി, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ സുപ്രീം കോടതി വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇത്രയും വർഷമായിട്ടും ഈ ഒരു ലൂപ്പ് ഹോൾ ഇതുവരെ അടച്ചില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയില്ല. അതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക സുപ്രീം കോടതിക്ക്. എന്നാൽ ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ സുപ്രീം കോടതിക്ക് വെക്കാൻ പറ്റുമോ എന്നാണ് പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയോട് പ്രസിഡന്റിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? എന്ത് അധികാരത്തിലാണ് സുപ്രീം കോടതിയോട് പ്രസിഡന്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്? അതിന് അധികാരമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 143 പറയുന്നുണ്ട്, ഇറ്റ് എംപവേഴ്സ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു സീക്ക് ദ അഡ്വൈസറി ഒപ്പീനിയൻ ഓഫ് ദി സുപ്രീം കോർട്ട്. രണ്ട് കാര്യത്തിലാണ്. ഓൺ എനി ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട് ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് ലൈക്ലി ടു അറൈസ് ഓർ ഓൾറെഡി അറൈസൺ. ഒന്നുകിൽ ഓൾറെഡി അറൈസൺ ആവണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കാര്യമാകണം. അതുപോലെ തന്നെ പബ്ലിക് ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഈ ഒരു കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയോട് പ്രസിഡന്റിന് ചോദ്യങ്ങൾ ചോദിക്കാം. എന്നാൽ ഇതിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ലീഗലി ബൈൻഡിങ് ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഒപ്പീനിയൻ കൊടുക്കാം, അല്ലെങ്കിൽ അത് റിഫ്യൂസ് ചെയ്യാം, കൊടുക്കാതിരിക്കാം. എന്നാൽ രണ്ടാമതൊരു കാര്യമുണ്ട്. അതായത് ആർട്ടിക്കിൾ 143(2) പറയുന്ന ഒരു കാര്യം. അതിൽ പറയുന്നത്, allow the president to refer the dispute arising from pre-constitutional agreement or matters. അതിലുള്ളതാണെങ്കിൽ സുപ്രീം കോടതി നിർബന്ധമായും ഒപ്പീനിയൻ നൽകിയിരിക്കണം. എന്നാൽ ഈ 14 ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കാറ്റഗറിയാണ്. അതായത് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഒപ്പീനിയൻ കൊടുക്കാം, അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യാം എന്നൊരു കാര്യത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഈ സുപ്രീം കോടതിയുടെ ഈ വേർഡിക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുപ്രീം കോടതി ചെയ്തത് ശരിയാണോ തെറ്റാണോ? കോമന്റ് ചെയ്യുക.